ഇതിൽ ഒരു വാശിന്റെയും പ്രശ്നമല്ല. ഇതിന്റെയൊക്കെ സനത് കിട്ടിയ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാ. സനത് കിട്ടിയാൽ ഞങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യാൻ റെഡിയാണ്. അത് സനത് കിട്ടുന്നതോടുകൂടെ അതിന് ഇസ്ലാം തെളിവുണ്ടാകുമല്ലോ. തെളിവുണ്ടെങ്കിൽ ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കൂല എന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിന്റെ സ്ഥാനത്താണ് ഞങ്ങളുള്ളത്. എന്താ, ഹജറിന്റെ അടുത്ത് എന്നിട്ട് കുറെ കല്ലിനെ പണ്ട് പൂജിച്ച ആളാണ്. അയിമന്ന് പോന്നിട്ട് എന്റെ അടുത്തേക്ക് എത്തി. പിന്നെ ഹജറെ, നിന്നെ ഞാൻ ഉമ്മ വെക്കണം തരോ? എന്റെ നബി ഉമ്മ വെക്കണത് ഞാൻ കണ്ടതുകൊണ്ടാ. എന്റെ അക്കല്, എന്റെ ബുദ്ധി അവിടെ തകർന്നു. റസൂലുള്ളാഹിന്റെ മൻഹജ്, മാർഗം, സുന്ന ഞാൻ സ്വീകരിച്ചു. അല്ലെ, ഇനിയും തീർന്നിട്ടില്ല. അടുത്തു തൊട്ടടുക്കി മരം. അല്ലെ, റസൂലുള്ള പ്രവചിച്ചിടത്തേക്ക് മുസ്ലിം സമുദായത്ത് കല്ലിനെ പൂജിക്കുന്നിടത്തേക്ക് എത്തുമെന്നത് നിങ്ങൾ കണ്ടു. ഇത് മരം. പാലക്കാട് ജില്ലയിലെ പുത്തിരിപ്പാടത്തെ കെട്ടിയ തൊട്ടിയാണിത്. കുട്ടികളില്ലാത്തവർ ഈ തൊട്ടിയിൽ കൊണ്ടുപോയി നേർച്ച നേർന്നാൽ കുട്ടികളില്ലാത്തവർക്ക് ഈ തൊട്ടി കുട്ടിയെ കൊടുക്കുമെന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നു, തേടുന്നു. അല്ലെ, ഇവിടെ വന്ന് ആളുകൾ, മുസ്ലിയാക്കന്മാര് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. മുസ്ലിയാക്കന്മാര് നേതൃത്വം കൊടുക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന സ്ത്രീകളോ, ആ സ്ത്രീകളുടെ വസ്ത്രം പ്രശ്നമല്ല. അവര് അർദ്ധനഗ്നകളായ സ്ത്രീകളെ പലപ്പോഴും ഇതുപോലത്തെ രംഗങ്ങളിൽ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പള്ളിയിൽ പോകുന്നതിന് ഇസ്ലാമിൽ സനതുള്ള പ്രമാണമുള്ള പള്ളിയിൽ പോക്കി വിലക്കുന്നവർ ഇവിടെ വിവസ്ത്രകളായി വന്നവരെ പലപ്പോഴും വിലക്കാറില്ല. അതുകൊണ്ട് ഇതിന്റെ സനത് എവിടെ? അടുത്തത്, ഖബറിന്റെ അടുത്ത് തവാഫ് നടക്കുന്നു. കഅബാലയത്തിന്റെ അരികിലെ തവാഫിന്റെ സനത് കൊണ്ടുവരേണ്ടതില്ല. അത് ഞങ്ങളും ചെയ്യുന്നു. ഖബറിന്റെ ചുറ്റുമുള്ള ഈ തവാഫ് എന്താ, നിങ്ങൾ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ. അതേപോലെ ഖുർആൻ പഠിപ്പിച്ച ഞാനിതാ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം പോലുള്ളത് പഠിപ്പിക്കാതിരുന്നപ്പോൾ സാധാരണക്കാരി എത്തിപ്പെട്ട തലമാണ് നിങ്ങൾ കാണുന്നത്. അടുത്തത് സനത് വേണ്ടത് മുട്ടറുക്കലിനാണ്. എന്താ മുട്ടറുക്കൽ എന്ന് പറഞ്ഞാൽ, വല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നാൽ ആ ബുദ്ധിമുട്ട് ഉസ്താദിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ ടോട്ടൽ ഇങ്ങോട്ട് ഒരു തേങ്ങയിലേക്കുണ്ട് ആവാഹിച്ചെടുത്തിട്ട് മൂപ്പര് സൂട്ട് നോക്കിയിട്ട് ഒരൊറ്റ വെട്ട തേങ്ങാൻ പൊളിയണതോടുകൂടെ എല്ലാ മുട്ടും അറ്റുപോകുന്നതാണ്. അല്ലേ ഈ ആചാരം? ഇതിനെവിടെ തെളിവ്? എവിടെയാണ് തെളിവ്? അതാ വെച്ചെടുക്കുകയും ഉണ്ടല്ലോ, വളരെ സൂട്ടൊക്കെ നോക്കി കൃത്യാക്കി റെഡിയാക്കി ഒരൊറ്റ വെട്ട. എല്ലാതും തീർന്നപ്പോ ഇത് ഒബാമ അറിയണ്ട. ഒബാമ അറിഞ്ഞാൽ ലോക സാമ്പത്തിക പ്രതിസന്ധിനെ പരിഹരിക്കാൻ വേണ്ടി 4 മുസ്ലിംമാരെ കൊണ്ടുപോകുന്നേ. എന്നിട്ട് എല്ലാം കൂടി ആവാഹിച്ചിട്ട് ലോക സാമ്പത്തിക പ്രതിസന്ധി, 100 ശിലാനം രാജ്യങ്ങൾക്ക് ഓരോ തേങ്ങ. അല്ലേ, ഇഷ്ടംപോലെ മുസ്ലിംകുട്ടികളും വെറുതെ ഇരിക്കാനുള്ള പണിയൊന്നുമില്ലല്ലോ, ഇപ്പൊ പെരയിലിരിക്കല്ലേ. അല്ലേ, മുട്ടറുക്കാന്നുള്ള വിഷയത്തിൽ പൊന്മളിയും കാന്തൂരൊക്കെ ഒരേ ലൈനിലാണുള്ളത്. ഈ വിഷയത്തിലാ കുറച്ച് ഉണ്ടായിരുന്നത്. അതിപ്പോ വാചകം കൊണ്ടൊക്കെ അല്ലാന്നാ പറയണത്. ഞങ്ങൾ കാണിച്ചു തരണ്ടോ അല്ലേന്ന്? വാചകം കൊണ്ട് തന്നെ കാണിച്ചു തരാം. കുറച്ച് കഴിയട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഏതാണെങ്കിലും എല്ലാ 100 ശിലാനം രാജ്യങ്ങൾക്ക് ഓരോന്നിനും, അല്ലേ, നമ്മളെ ഉഗാണ്ട, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ 3 ആയിക്കോട്ടെ, കുറച്ച് ദാരിദ്ര്യം കൂടുതലാണല്ലോ. അല്ലേ സുഹൃത്തുക്കളെ, ഇതിന്റെ സനത് എവിടെ? അടുത്തത് എന്താ? അടുത്തത് കണ്ടോളൂ, അപ്പവാണിപ നേർച്ച. അപ്പവാണിപ നേർച്ചയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ജാറാണ്. ഇവിടെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അസുഖങ്ങളുടെ അവയവത്തിന്റെ കോലത്തിൽ കൊടുക്കണമെന്ന് നിങ്ങൾ കേട്ടോളൂ. കുട്ടിയാക്കി ഇര കൂടി പാമ്പനപ്പം ഈ ഇറക്കും കൊണ്ട് പാമ്പുണ്ടാവില്ല, ഇര ഇറക്കുന്നില്ല, അതിന് നെയ്യത്താക്കണം പാമ്പനപ്പം. പിന്നെ കിടുമ്പൊക്കെ കിടപ്പിലൊക്കെ കൈ കിടക്കുന്നുണ്ടല്ലോ, കിടുമ്പൊപ്പം. ഇത് ആണിയപ്പം. ഇത് ഈ കാലിലുള്ള ആണി, ഈ ആണിന്റെ റാണിരോഗം, ഇത് പിന്നെ മനുഷ്യന്റെ ശരീരത്തിലെ കൈയും കാലും മാത്രമൊന്നുമല്ല.
ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ എങ്ങനെ ബാക്കി ചോദിക്കാനും പക്ഷേ ഇതാരും വഷളാക്കാനോ നിങ്ങളെ കൊണ്ട് ശീലിപ്പിക്കാനോ അല്ലല്ലോ ഞാനിവിടെ ബാക്കി ഓരോ സാധാരണക്കാരനും അവനവനോട് ചോദിക്കും ഇതിന്റെ തെളിവെത്താ ഇത് EK വിഭാഗത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള കോഴിക്കോട് ബീച്ച് റോട്ടിലെ പള്ളിയാണ്. കോഴിക്കോട് ബീച്ച് റോട്ടിലെ പള്ളി ഒരു 4 മീറ്റർ അപ്പുറത്ത് ഷാദുലി പള്ളി. ഷാദുലി ഷെയ്ഖിന്റെ ജാറവിടെ, പള്ളി അവിടെ. എങ്ങനെ പള്ളി അവിടെയും ജാറവിടെയായത്? പള്ളി മുജാഹിദീങ്ങൾക്കും ജാറം മറ്റുള്ളവർക്കായത്? തർക്കം വന്നപ്പോ മധ്യസ്ഥന്മാരിരുന്നപ്പോ നമ്മൾ പറഞ്ഞു നമുക്കൊരു പള്ളി കിട്ടിയാൽ മതി, നമുക്ക് ജാറും കിട്ടിയാൽ മതി അല്ലേ? ജാറത്തിന്റെ അടുത്ത് വലിയൊരു പള്ളി ഉണ്ടാക്കി അല്ലേ? 2 പർപ്പസ് നടന്ന നല്ല ബിസിനസ്സാ. എന്നിട്ട് അതാണ് ഇവിടെ, അതാണ് ഇതിന്റെ തെളിവെന്ത്? ഇതിന്റെ സെനത് എവിടെ? സെനത് വേണമെന്ന് മുടിവിവാദത്തിന്റെ ഈ തീച്ചൂളയിൽ മാധ്യമപ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും നിരീശ്വരവാദികളുടെയും മതപ്രവർത്തകരുടെയും പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് പോകുന്നവരുടെയും അഖലാനികളുടെയും എല്ലാവരുടെയും കൂട്ടമായ ആക്രമണങ്ങൾക്കിടയിൽ കിടന്ന് പിടഞ്ഞ കാന്തപുരം അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ സെനത് എവിടെ? ഇതിലേറെയൊക്കെ ഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ സെനത് അടുത്ത് ചോദിക്കുന്നത് എന്താ? നമ്മുടെ ഉസ്താദുമാര് പ്രാർത്ഥിക്കാന്നൊന്നും പറയണില്ല, സഹായതേട്ടെന്നേ പറയുന്നുള്ളൂ. നമ്മളൊക്കെ സഹായതേട്ട് നടത്തുന്നുള്ളൂ. ആയിക്കോട്ടെ, ഒരു മിനിറ്റിന് ഞാൻ സമ്മതിച്ചു തരാണ്. ഇനി നിങ്ങൾ കാണാൻ പോണത് പ്രാർത്ഥനയാണോ ഇബാദത്താണോ സഹായതേട്ടാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. ഏതെങ്കിലും സാധാരണക്കാരനല്ല. വൈലത്തൂർ തങ്ങളെ ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു. ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ എവിടെയാണ് നിങ്ങൾക്ക് സെനത്? ആ സെനത് തരൂ, ആ സെനത് ഹാജരാക്കൂ, ആ സെനത് കൊണ്ടുവരൂ. ഇതാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹമുണ്ട് കൂടെ. അദ്ദേഹം തൊട്ടുമുത്തനുണ്ട്. സുജൂദിന് മൂപ്പർക്ക് പറ്റണില്ല. തൊട്ടുമുത്താനുള്ള തെളിവ് എവിടെ? പൊന്മളെ തൊട്ട് നിങ്ങൾ പറഞ്ഞത് പൊന്മളയാണ് പുതിയ ഫത്വ കൊടുത്തത് തബറുക്കെടുക്കാൻ സെനത് വേണ്ട. ശരി, തൊട്ടുമുത്താൻ സെനത് വേണോ? അവിടെ എത്തും നിങ്ങൾക്ക് അതും വേണ്ടി വരൂല, അതും വേണ്ടി വരൂല. നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. واجعلنا من يهد الخير يا مولانا معاملة من يهد الخير واحفظنا في أدياننا وأهلنا وأولادنا وأزواجنا صاحبينا وسلامتنا ومريدنا كل محنة وفتنة وشدة وموت وغير ولي من كل خير من كل خير غير من عافية الفضل لنا ഖിദ്മത്തിലായി മുന്നോട്ട് വരാൻ അവർക്ക് മക്കളൊക്കെ സുന്നത്യമായതിന്റെ സാധ്യങ്ങളാക്കുക. മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കുറച്ചൊരു ജില്ലനേക്കാൾ ഉത്തമമായ രൂപത്തിലൂടെ ഈമാനം കൊണ്ട് പ്രവർത്തിക്കാതെ कभी की रौनक कभी का मंजर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर. സുജൂദിൽ കിടക്കുന്ന രംഗങ്ങൾ കണ്ടത്, തൊട്ടുമുത്തണ രംഗ നിങ്ങൾ കണ്ടത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനെയല്ലാതെ അവനോട് വേറെ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് പഠിപ്പിച്ചേ മുത്ത റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് നിങ്ങൾ വരെ എത്തുന്ന സെനത് ഹാജരാക്കണം. ഇതിന് സെനത് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പിന്നെ കാന്തപുരല്ലേ പറഞ്ഞത്? EK വിഭാഗം എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് അതൊന്നും ബാധകല്ല, ഒരു വേണ്ടാത്തതൊക്കെ അങ്ങനെ പണ്ടും കുറെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറ്റൂല. ഇതിന്റെ സെനതില്ലെങ്കിലുള്ള എല്ലാ അപകടവും വളരെ ഭംഗിയായി ഒരു പൈസ വിശദീകരിക്കുന്നുണ്ട് അല്ലേ? മത്തിക്ക് വരെ ഹദീസ് വരുന്ന മുപ്പര് പറയുന്നു സെനതില്ലെങ്കിൽ അത്ര അപകടം.
അതുകൊണ്ട് മൂപ്പരത് ഒന്ന് പറഞ്ഞോട്ടെ. പണ്ട് മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ. ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇനി അതിന് തെളിവ് ചോദിക്കണ്ട. മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക. അപ്പുറത്ത് ചെമ്മീനുണ്ട്, അതിന്റെ അപ്പുറം മുള്ളനുണ്ട്, അതിന്റെ അപ്പുറം ആവോലി അയക്കൂറി ഒക്കെ ഉണ്ട്. എല്ലാരും ആവോലി അയക്കൂറിയും ചെമ്മീനും ഒക്കെ വാങ്ങിപ്പോവാ. അപ്പൊ സമയം വൈകി മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പൊ മൂപ്പര് മന്നക്കല മത്തി ഫഹുവ മിൻ ഉമ്മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തിപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. മത്തി ചെലവായി പോലും. ഇങ്ങനെ ആയിക്കൂടെ? സനത് വേണ്ടല്ലോ. സനത് ചോദിക്കുന്നതിന് എന്ത് പൊറുതികേടാ. അങ്ങനെ പൊറുതികേടായതുകൊണ്ടൊരു കാര്യമില്ല. അതിന്റെ ഒക്കെ സനത് തരേണ്ടി വരും. നിങ്ങൾ മുടിൻ്റെത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങളിവിടെ 13 വിഷയങ്ങളുടേത് തൽക്കാലം ചോദിച്ചു. തൽക്കാലം ബാക്കി നമുക്ക് ക്രമേണ ചോദിക്കാം. 13 വിഷയത്തിൻ്റെത് പ്രാർത്ഥന അടങ്ങുന്ന, നേർച്ചയടങ്ങുന്ന, ഖബറടങ്ങുന്ന 13 വിഷയങ്ങളുടെ സനത് ഞങ്ങളിവിടെ ചോദിച്ചു കഴിഞ്ഞു. തരണം സനത്. അപ്പൊ എന്താ, അവിടെ ഇങ്ങനൊരു കീലയില്ലേ, അപ്പുറത്ത് അങ്ങനൊരു കാലയില്ലേ? അടുത്ത സത്യം എന്താ അറിയോ? മുടി വിവാദത്തിലൂടെ തെളിഞ്ഞ അടുത്ത സത്യം, കാലയും കീലയും ഇസ്ലാമിൽ തെളിവല്ല. മുടി വിവാദത്തിലൂടെ പുറത്തു പോന്ന ഏറ്റവും അടിസ്ഥാനപരമായ അടുത്ത സത്യം ഇത് ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നറിയോ? സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം പഠിക്കേണ്ടത് പോലും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ കൊണ്ടുവന്നത്. എങ്ങട്ടാ ഞങ്ങളെ കൊണ്ടുപോകണമെന്നറിയോ? മൻഹജ് സലഫിക്കാ കൊണ്ടുപോണത്. മൻഹജ് സലഫിക്കാ ഞങ്ങളെ കൊണ്ടുപോണത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അവിടേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. യാത്രാ വഴിയിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഏറെ കിട്ടുന്നുണ്ട്. അല്ലേ? പേരോടെന്നെ പറയട്ടെ, മൂപ്പരാണല്ലോ ഏറ്റവും വലിയ കാലന്യ കീലന്റെ കാള്. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ബീരാനുരേ പാപ്പാന്റെ അവിടെ നടത്തിയതിന് അഷേഖുൽ ഖുദ്ദൂസി അൽ ബൽപൂരി ഇന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചാളി കാലത്തിലെ ഇസ്ലാം തെളിവല്ല. അല്ലേ? റിഫായി റാത്തീബിനെ കുറിച്ച് മഹാനായ ഇന്നാൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അത് അവിടെ വെച്ചാളി കാലത്തിലെ ഇസ്ലാമിൽ തെളിവല്ല. രണ്ടാമത് പുറത്തു വന്ന സത്യം എന്താ? കാലത്തീലകൾ ഇസ്ലാമിൽ തെളിവല്ല എന്ന് പേരോട് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി വമൻഅൻ വഹാതി വവദ്അൽ ബനാതി വകരിഹ ലക്കും ഖീല വഖാല വകസ്റത സുആലി വഇളാഅത്തൽ മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഹറാമാക്കി. ഒരു ഉമ്മാന്റെ മനസ്സിനും മനുഷ്യന് വിഷമമുണ്ടാകുന്ന ഒരു നീക്കവും ഉണ്ടാകാൻ പാടില്ല. ഒന്നും അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ഇങ്ങോട്ടൊക്കെ കിട്ടണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം പാടില്ല. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ജാഹിലിയത്തിന്റെ ഏർപ്പാട് അല്ലാഹു ഹറാമാക്കി. വകരിഹലക്കും ഖീല വഖാല, ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ മനസ്സിൽ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒക്കെയും അല്ലാഹു തആല വെറുത്തു. കാലവക്കയില പറ്റൂല. ഇതെന്തിനും മുമ്പ് പറഞ്ഞതാണെന്നറിയോ? പറഞ്ഞത് ജിഷാന്റെ ക്ലിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. സംഗതി വെച്ചത് കൊക്കിനല്ല കൊണ്ടത്, കാന്തപുരത്തിനെ ശരിക്കു കൊണ്ടത്. അല്ലേ? അപ്പൊ കാര്യം ചെയ്യലൊന്നും പറ്റൂല എന്ന് നബിന്റെ ഹദീസ് ഉദ്ധരിച്ച് മൂപ്പര് പറഞ്ഞ പിന്നെ നമ്മള് അത് കാണിക്കല്ലാതെ സുഹൃത്തുക്കൾ എന്താ ചെയ്യാ? ഇത് പേരോടിന്റെ വാക്കല്ല. കാര്യം ചെയ്യലും സ്വീകരിക്കാൻ പറ്റൂല. കൃത്യമായ തെളിവ് വേണം, പ്രമാണം വേണമെന്ന് പേരോട് പറയാ. അങ്ങനെ പറഞ്ഞ പേരോട് ഉസ്താദേ എന്താ നമ്മൾ മാലന്റെ കാര്യം കാട്ടുക? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? മാലൻ അംഗീകരിച്ചിട്ടുണ്ടോ? മാലയെ റസൂൽ അംഗീകരിച്ചിട്ടുണ്ടോ? 333 വക ഏടിന് അംഗീകരിച്ചിട്ടുണ്ടോ? താജ് സലാത്തിന് അംഗീകരിച്ചിട്ടുണ്ടോ? കമാലിയ സലാത്തിന് അംഗീകരിച്ചിട്ടുണ്ടോ? എത്രണ്ണ ഔട്ടായത്? മൂപ്പര് ബേജാറായി മൂപ്പര് ഈ കൈ ഭാഗത്തോട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടെയുള്ള കാലിയും കലിയും വരില്ലേ? ആ സ്വപ്നം നിങ്ങൾക്ക് തെളിവല്ലേ? അപ്പൊ നമ്മളെ മാലെന്താ കാട്ടുക എന്ന് മൂപ്പരന്നെ ചോദിച്ചോട്ടെ. അതാണ് മൂന്നാമത് തെളിഞ്ഞത്. എന്താ? മാലയടങ്ങുന്ന ഒന്നും ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടേണ്ടതല്ല. അതിനൊന്നും സനദില്ല, അതിനൊന്നും തെളിവില്ല, അതൊന്നും ആചരിക്കപ്പെടേണ്ടതല്ല. അതാണ് മൂന്നാമത് തെളിഞ്ഞത്. നിങ്ങൾ കേട്ടോളൂ. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ മൊഹീദ്ദീൻ മാല തള്ളാനാ? എന്റെ വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദാംബറവർ വായിൽ തുപ്പി കൊടുത്തോവർ.
അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. ഓ, സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻ മാലയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ, അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ. അത് ഇസ്ലാമിൽ നടക്കൂല. മീനന്ത പ്രമേയത്തിലെ റിപ്പോർട്ടല്ല നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്, ബുഖാരിയിലെ റിപ്പോർട്ട് കൊണ്ടുവാ. നിങ്ങളുടെ വേറെ ഏതെങ്കിലും സമ്മേളനത്തിലെ റിപ്പോർട്ടല്ല നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്, അതല്ല നിങ്ങളെ കയ്യിൽ വേണ്ടത്. തുർമുദിയുടേത് കൊണ്ടുവാ, മുസ്നദ് അഹ്മദിന്റേത് കൊണ്ടുവാ, മുസന്നഫ് അബ്ദുർ റസാഖിന്റേത് കൊണ്ടുവാ. മസാനീദുകളിൽ നിന്ന്, സുനനുകളിൽ നിന്ന്, മാജിമുകളിൽ നിന്ന്, സിഹാഹുകളിൽ നിന്ന് കൊണ്ടുവാ. അത് കൊണ്ടുവരൂല. അപ്പൊ പൊളിഞ്ഞതെന്താ? മൂന്നാമത് പൊളിഞ്ഞത് മാറിയിറങ്ങുന്ന ഒന്നിനും തെളിവില്ല, മാറിയിറങ്ങുന്ന ഒന്നിനും സനദില്ല എന്ന് തെളിഞ്ഞു, അല്ലേ? നാലാമത്തത് സനദും പ്രമാണവും തെളിവൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന തെളിഞ്ഞു. നിങ്ങൾ സനദ് വേണമെന്ന് പറഞ്ഞു, സനദില്ല. അപ്പൊ എന്ത് ചെയ്തു? കാലിത്തേലും പറ്റൂല നിങ്ങളെന്നെ പറഞ്ഞു. അപ്പൊ മാല പൊളിഞ്ഞു. ഇനി ഇങ്ങനെല്ലാത്തതിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കലാന്ന് തെളിഞ്ഞു. എന്താ തെളിവ്? ഒരു സനദും ഇല്ലാഞ്ഞിട്ട് അവസാനം കാന്തപുരം ഒന്നാം മുടിക്ക് സനദുണ്ടാക്കി. മൂപ്പര് തന്നെ അത് വായിച്ചു. മൂപ്പരത് വായിച്ചോട്ടെ. മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كميل الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. അവിടെ എത്തിയപ്പോഴാണ് ശ്വാസം പിടിച്ച് വലിച്ചത്, അല്ലേ? കാരണം ജനങ്ങൾക്കതിൽ ആകെ അറിയുന്ന ആളാരാ? ആകെ ഇതിൽ അറിയുന്ന ആള് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സനദ്, ഈ സനദ് ഞാനിതാ നാലാമത്തെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് സനദും തെളിവും പ്രമാണവുമില്ലെങ്കിൽ ഇസ്ലാമിലെ ഏത് വിഷയത്തിലും നിങ്ങളത് എഴുതിയുണ്ടാക്കുമെന്ന് മുടിവാണിപം കേരളത്തെ പഠിപ്പിച്ചു. നിങ്ങളുടെ തട്ടിപ്പിന്റെ കഥ പഠിപ്പിച്ചു. ഞാൻ ആ സനദ് പൊളിക്കാൻ പോകുക. ഈ സനദ് അൽ ഖാദിരി എന്ന് പറഞ്ഞ അദ്ദേഹം ആവർത്തിച്ചു വായിച്ച ഈ ഖാദിരികളുടെ കള്ളപ്പരമ്പര ആരുണ്ടാക്കിയതാ? മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയതാ. ആര് പറയണതാ? സ്വാലിഹ് സഖാഫി പറയണതാ. മജീദ് മുസ്ലിയാരെടുത്ത് സാലിഹ് സഖാഫി ചെന്നിട്ട് കാന്തപുരം ഒരു സിൽസില ടൈപ്പ് ചെയ്യാൻ വേണ്ടി കുറെ പേരെഴുതി കൊടുത്തപ്പോ മജീദ് മുസ്ലിയാർ പറഞ്ഞു, എന്താ ചങ്ങായി എന്റെ കഥ, ഇതെങ്ങനെ നമ്മൾ ഇതിന് ഉപയോഗിക്കുക? ഇത് നമ്മൾ ഷേറെ മുബാറക്കിന് ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനല്ലേ ഇത്. സംഭവം ഒരു വട്ടം ഉപയോഗിച്ചതല്ലേ, യൂസ്ഡ് കാറല്ലേ. ഇതിനെങ്ങനെയാണ് ഫ്രഷ് കാറിന്റെ, ഫോർ രജിസ്ട്രേഷൻ കാറിന്റെ നിലവാരം കിട്ടുക എന്ന നിലപാടിൽ, എന്ന ആശയത്തിൽ അദ്ദേഹം ചോദിച്ചു. സ്വാലിഹ് സഖാഫി ആ വെളിപ്പെടുത്തൽ നടത്തട്ടെ. സ്വാലിഹ് സഖാഫിയെ ക്ഷണിക്കുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ 100% ഉറപ്പിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഖാദിരിയ തരീഖത്തിന്റെ സനദ് റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ പറഞ്ഞോ. ഖാദിരിയ തരീഖത്തിന്റെ സനദ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു.
അത് മജീദ് അലിയോട് സംസാരിച്ചപ്പോ മജീദ് അലി പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഖാദിരിയ തരീഖത്തിന്റെ സനദ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് മജീദ് അലിയോട് സംസാരിച്ചപ്പോ മജീദ് അലി പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, അപ്പൊ ഞാൻ കള്ളനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, അപ്പൊ ഞാൻ കള്ളനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഇതിലെന്താത്ത എനിക്കിതിൽ താല്പര്യമില്ലാത്തത്. ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളല്ല, പക്ഷെ ഈ കാര്യത്തില് കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ചിരി കാണാമെന്നല്ലാതെ അതല്ലെങ്കിൽ വ്യാജ തരീക്കത്തിലോ എവിടേക്കെങ്കിലും ചേർത്തി സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇയാൾ വായിച്ചത് എന്താ? സ്വന്തം ഓഫീസിലിരുന്ന് എഴുതുണ്ടാക്കി കോയിച്ചനയിൽ പോയി മൂപ്പരന്നെ വായിക്കുക. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 3 കൊല്ലം കഴിഞ്ഞിട്ട്. 3 കൊല്ലം കഴിഞ്ഞ് സനദില്ലാതെ ഇനി നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോ, ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ നടത്തിയ മുഖാമുഖത്തിലെ ആദ്യ ചോദ്യം ഇതാകുന്നു കണ്ടപ്പോ, ചോദ്യോത്തരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് അഡ്വാൻസ്ഡ് ആയി ഈ സനദ് അങ്ങോട്ട് വായിച്ചിട്ട് മൂപ്പര് കാറ് കയറിപ്പോയി. അല്ലേ? നിങ്ങളങ്ങനെ കാറ് കയറിപ്പോയാൽ കഴിച്ചിലാകോ? അള്ളാഹു വിടൂല. നോളജ് സിറ്റി ഉണ്ടാക്കാൻ, മുത്ത് റസൂലുള്ളാഹിയെ കച്ചവടത്തിന് വെക്കാൻ റബ്ബ് അനുവദിക്കുകയില്ല. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. നബിയെ, അങ്ങേ ജനങ്ങളിൽ നിന്ന് അള്ളാഹ് സംരക്ഷിക്കും, ചെല്ലുക, താങ്കൾ പണിയെടുക്കുക എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ നബിയുടെ ആശയത്തിന് കൂടിയുള്ള സംരക്ഷണമാണ്. അതുകൊണ്ട് പൊളിഞ്ഞു. ഇപ്പൊ ഈ സ്വാലിഹ് സഖാഫി കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാന്ന് ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അപ്പൊ പയരോടിന്റെ മറുപടി എന്താ അറിയോ? മറുപടി കേട്ടോ നിങ്ങൾ. മറ്റേ സീഡില്ലേ എല്ലാ സ്ഥലത്തൂടാളെ വയറുവേദനയ്ക്ക് തേക്കുന്ന വിക്സിന്റെ ആ മറ്റേ പ്രത്യേക ഔഷധമല്ലേ, സിദ്ധൌഷധം, അതിനുള്ള ക്ലിപ്പ. ആരാണ്? സ്വാലിഹ് സഖാഫി എന്ന് മൂപ്പര് പറയുന്നുണ്ട്, കേട്ടോളി. അതിന്റെ സെക്രട്ടറി പോസ്റ്റോ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി AP സാഹിനാരാ അങ്ങനെ ഒരു സെക്രട്ടറി? ഉസ്താദിന് ചെരുപ്പെടുത്ത് കൊടുക്കുക, കാപ്പി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ജോലി. ആ ജോലിന്റെ പേരാ സെക്രട്ടറി. ശരി, സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിന് എന്തെങ്കിലും ആക്കുക. അപ്പൊ ആ പണിയെടുത്തത് കൊണ്ട് മൂപ്പരെല്ലാരും ബഹുമാനിച്ചിരുന്നു. ഓരോരുത്തർക്കോരോ തോന്നലാ, എന്നെല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങക്കുള്ളതേമാതിരി അതിലും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിന്റെ അതേ ധാരണയല്ലേ ശിഷ്യനും ഉണ്ടാകുക. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സ്വാലിഹ് സഖാഫിയും കാന്തപുരം തമ്മിൽ ബന്ധമുണ്ട് എന്നല്ലാന്നോ? ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയത് ഒരു സെക്രട്ടറി എന്നുള്ളവർക്ക് ഫയൽ കൊടുക്കുക, അല്ലേ, കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച്. ഉസ്താദ് വരുന്നുണ്ട്, ഇപ്പൊ സ്റ്റേജിൽ ആരാ ഉള്ളത്, അവിടെ പ്രസംഗത്തിന് വരെ ഡിലേ ഒന്നും വരരുത്, അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ളതാണെന്ന് പറയാ. ഇങ്ങനത്തെ കുറെ പണി നടത്തുന്ന ആളായിരിക്കും സെക്രട്ടറി എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ഈ സെക്രട്ടറിന്റെ പണി എന്താ അറിയോ? ചായ എടുത്തു കൊടുക്കണ അത്ര ബന്ധം. നിങ്ങൾക്കാരാ ചായ എടുത്തരില്ല, നിങ്ങളെ ശത്രുവാ. നിങ്ങൾക്കാരാ ചെരുപ്പേകി തരില്ല, നിങ്ങളെ ശത്രുവാ. ചായ വേണ്ട സമയത്ത് പോലും കൂടല്ലേ, ബെഡിൽ നിന്ന് എണീക്കണ സമയമായിരിക്കും ചിലപ്പോ ഒന്ന്. അപ്പോ അല്ലേ വേഗം ബെല്ലടിച്ചാ ഓടിച്ചെല്ലണ അത്ര ബന്ധല്ലേ. മർക്കസിലൊന്നും ഇല്ലാത്ത, അവിടുത്തെ ഓഫീസിലൊന്നും ഇല്ലാത്ത ഒരാളെ ബെല്ലടിച്ച ചായ എടുത്ത് കൊടുക്കാൻ കിട്ടുമോ? ചെരുപ്പ് കൈ കൊടുക്കാൻ കിട്ടുമോ? അതാ പറഞ്ഞത്, നോന പറഞ്ഞ പൊളിയും, പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഇത് നിങ്ങൾ വ്യാഖ്യാനം പറഞ്ഞാൽ അടുത്തത് പൊളിയും, അത്രേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നാലാമത് തെളിഞ്ഞത് എന്താ? നാലാമത് തെളിഞ്ഞത് ദീനിൽ പ്രമാണല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കും, ഏതുണ്ടാക്കും. അപ്പോ ഇത് മടുത്ത് കേട്ട് സഹിച്ച് അവസാനം കണ്ണാടിപ്പറമ്പ് വയസ്സ് ഭരണം തരോ? മതി, നിങ്ങളത് വേണ്ടെന്നാ തുടങ്ങി. ഈ പറയുന്നയാളുടെ ഹുബ്ബുർ റസൂൽ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ മിഞ്ഞാൽ നടന്ന സമ്മേളനത്തിൽ സനത് ബറക്കാത്തിന്റെ ഭാഗത്തുനിന്ന് ആദ്യം കിട്ടിയ മുടിയുടെ സനത് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അല്ല, ഇയാൾ ഈ മറുപടി പറയുന്ന ഇയാൾ പ്രസംഗത്തിൽ ശരിയാക്കി തരാ, സനത് ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിയാക്കിയ സനതായി വായിക്കണം. ഇപ്പോ
ശരിയാക്കിയ സനത് 3.5 കൊല്ലം എടുത്ത് ഒരു സനത് ശരിയാക്കാൻ. ഇനി അടുത്ത സനത് ശരിയാക്കാൻ, മറ്റേ അഹമ്മദിന്റെ സനത് ശരിയാക്കാൻ എത്ര കൊല്ലം എടുക്കുവോ? ഇനി നിങ്ങളോട് സനത് ചോദ്യം നിർത്തി. ഇനി വേണ്ട, നിങ്ങൾ സനത് വേണ്ട. നിങ്ങൾ പറയാൻ പോലെ എന്താന്ന് ഞങ്ങൾക്കറിയാം. കുന്ദറൂസുല്ലാദം, ഇബ്രാഹിം കുട്ടി, മമ്മുഞ്ഞി, സൂപ്പി, ആലി പോലീസ് വേണ്ട, സനത് വേണ്ട. ഞങ്ങൾക്ക് മനസ്സിലായി ഈ സനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഉണ്ടെങ്കിൽ ഈ സാധനം കയ്യിലുണ്ട്, സാധനം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് പുറത്തുതാലോ. ഇല്ലാണ്ട് ഇത്രയും കാലം കളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് മറുപടിയും പറഞ്ഞ് കുറെ നടന്നിട്ട് ഇല്ലാണ്ടായിട്ട് ഇനി ഉണ്ടാക്കി തരുന്ന സനത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മാത്രമല്ല, ഇനി ആ സനദിനെ കുറിച്ചുള്ള ആ പറയുന്ന രീതിയിൽ ഇനി ആ സനത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഇനി പറയുന്ന സനത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്കറിയാം. ഇനി വളരെ നിർബന്ധമാണ്, അങ്ങേയറ്റം ഉറപ്പുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ക്ഷമിക്കാം. ഇനിയും ഒരു ചെറിയ ചാൻസ് തരാം. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ സാധനം കൊണ്ടുവന്ന പരിശോധിച്ചെന്താന്ന് വെച്ചാൽ. അപ്പൊ സുഹൃത്തുക്കളെ, കേട്ടല്ലോ, കേട്ടു. എന്താ സനത് നിങ്ങൾക്ക് വേണ്ടെന്നാ? ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്കല്ലേ വേണ്ടാത്ത? നിങ്ങൾക്ക് വേണ്ടാത്ത എന്താന്ന് ഞങ്ങൾക്കറിയാം. കുറെ സാധനത്തിന്റെ സനത് നിങ്ങളും കൊടുക്കണ്ട്, കുറെ സാധനത്തിന്റെ സനത് നിങ്ങളും കൊടുക്കണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മുഖാമുഖം നടന്നപ്പോ ഒരു കുട്ടി ഭയങ്കര ആവേശത്തിലല്ലേ കിട്ടിപ്പോയി എന്നുള്ളവർക്ക് ഫൈസൽ മൗലവി അടുത്ത് വന്ന് ചോദിച്ചിരുന്നു, എന്ത് പിന്നെ നിങ്ങളാ പറഞ്ഞതിൽ വെല്ലൂര് ബാഖിയാത്തിനെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്, ലത്തീഫിയനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ കാശ്മീർ കൊണ്ടുവന്ന വെള്ളം ലത്തീഫിയയിലെ വെള്ളാണ്, അത് നിങ്ങൾ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഇടാൻ വിചാരിച്ചൊരു ക്ലിപ്പ് ഫൈസൽ മൗലവി തൽക്കാലം അവിടെ വെച്ച്. അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാവും, ചില പണികളുണ്ടാവും. എന്ത് അടുത്തൊരു തവണ വരികയാണെങ്കിൽ ആ വരുന്നവർക്കുള്ള ഒരു കുണ്ടാണത്. പക്ഷെ ആ കുണ്ടിൽ ചാടാതെ പേരോടും ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു സാമർത്ഥ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഈ വിഷയത്തിന് തന്നെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടിക്കും കൂടിയുള്ള ഒരു ക്ലിയറൻസ് ആണ് അടുത്ത ക്ലിപ്പിലൂടെ വരുന്നത്. എന്റെ 5ാമത്തെ പോയിന്റ് എന്താ അറിയോ? ഇപ്പൊ തെളിഞ്ഞത് മുടിക്ക് മാത്രമല്ല സനദില്ലാത്തത്. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ, പുണ്യകരമായ റസൂലുള്ളാഹിന്റെ ശേഷിപ്പുകൾ എന്ന നിലക്കുള്ള ഒന്നിനും സനദില്ല എന്ന് തെളിഞ്ഞു. അതാണ് തെളിയിക്കാൻ പോണത് 5ാമത്തെ കാര്യം. എന്താ? കാസിമി കൊണ്ടുവന്ന വെള്ളം ഇടുന്ന വെല്ലൂരിന്നല്ലേ? അത് ലത്തീഫി എന്നാണോ? എന്നാൽ ലത്തീഫിയെ അടക്കമുള്ള അടുത്ത സനദാണ് പേരോട് ചോദിക്കുന്നത്. പണ്ടൊരു സ്ഥലത്ത് ഒരു ഖബറ് പൊങ്ങി. ഖബറ് പൊങ്ങിയപ്പോ വമ്പിച്ച വരുമാനം എന്ന് പറഞ്ഞാൽ വമ്പിച്ച വരുമാനം. കൂണ് പൊങ്ങണമാരിയാണ് പൊങ്ങി, നല്ല രൊക്കെട്ടിട്ട് ഇന്നലെയാണ് സ്വപ്നം കണ്ടു എന്നാ പറഞ്ഞ്. അവസാനം വമ്പിച്ച വരുമാനമായപ്പോ അങ്ങനെയാണല്ലോ, വ്യാപാര സ്ഥാപനങ്ങളിൽ പലപ്പോഴും പാർട്ട്ണർമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. അവസാനം തെറ്റിപ്പിരിഞ്ഞു. 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇതിലൊരു പാർട്ട്ണർ സ്വപ്നം കണ്ട അവിടെയും പൊങ്ങി, വീട്ടിന്റെ ഉള്ളിലൊരു ഖബറ്. അപ്പൊ എല്ലാരും കൂടി അങ്ങോട്ട് ചെന്നു. പുതിയ ഖബറ് പുതിയത് വന്നപ്പോ അതിനോട് താല്പര്യമായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പൊ ഇവര് ചെന്നിട്ട് പറഞ്ഞു, ഇതിന്റെ ഉള്ളുകള്ളി ഞങ്ങൾ പറയുന്നു. അപ്പൊ ഓരിങ്ങോട്ട് പറഞ്ഞു, അതിന്റെ ഉള്ളുകള്ളി ഞങ്ങളും പറയും. അതാ നടക്കണേ. മർക്കസിലെ മുടിനെ ഇവർ ചോദ്യം ചെയ്തപ്പോ കാശ്മീർ 25,000-ന് വിറ്റ ആ മുടിയുടെ സനത് എവിടെയെന്ന് ചോദിക്കണേ. അതിലൂടെ തെളിയുന്നത് എന്തറിയോ? മുജാഹിദുകൾ പറഞ്ഞത്, ജിഷാന്മാരെ, അന്വേഷിച്ചവരെ, ഓരോന്നിന്റെയും പിന്നാലെ പോയി അന്വേഷിക്ക്. ഞങ്ങളിവിടെ കാണിച്ച 13 വിഷയത്തിൽ തുടങ്ങി 13,000 വിഷയങ്ങൾ, നിങ്ങളടുത്തുള്ള 100 കണക്കിന് അന്ധവിശ്വാസങ്ങൾ, ഓരോന്നിന്റെയും സനത് തരെ ഒന്നിനും കിട്ടില്ല. ഞാൻ EK വിഭാഗത്തെ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പേരോടിനെ ഏൽപ്പിക്കുക. മൂപ്പര് കുറച്ച് ആവേശത്തിലാണ്, മൂപ്പര് ആവേശം കെടുത്തുന്നില്ല. പക്ഷെ വീഡിയോക്ക് ഒരു മൂവ്മെന്റ് കുറവുണ്ട്. ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാം, നിങ്ങൾ കേട്ടോളൂ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. കുറച്ചല്ലോ ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദ്, വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനദ് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ പ്രസംഗിച്ചിട്ട് സനദ് പറഞ്ഞിട്ടില്ല. ഇതിന്റെ സനദ് വായിക്കുമെന്ന് ചോദിച്ചില്ല. അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തില്
കാസർഗോഡ് കാദിനെ കൊണ്ട് പറയിക്കാൻ നോക്കി. പ്രായമുള്ള മുലമാർ കൊണ്ടൊന്നും പറയിക്കല ഇവര് പരിപാടി. പറയിക്കാൻ നോക്കി. അങ്ങനെ ചന്ദ്രികയിൽ ഒരു ചന്ദ്രികയിൽ 29-ാം തീയതി ചന്ദ്രിക 30-ാം തീയതി ചന്ദ്രികയും കാസർഗോഡ് രണ്ടുണ്ട് എന്റെ അടുത്ത്. സമയമല്ല ഞാൻ ഓരോന്നോരോന്ന് കാണിക്കുന്നതൊക്കെ സ്വീകരിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞ ആദ്യമാര് പറഞ്ഞ ഈ ചന്ദ്രികയിൽ വേലൂരുള്ള മുടിക്ക് സനദില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ അവർക്ക് ഫോണായി. അപ്പൊ അതിന്റെ പിറ്റേത്തെ ചന്ദ്രികയിൽ അതിൽ സനദുണ്ട്. പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഉണ്ടെന്നും ഇല്ലാന്നല്ലോ. അപ്പൊ അവിടെ കോട്ടക്ക പ്രസംഗിച്ച മൊയിലാർ കുടുങ്ങി. മൊയിലാർ ദൈവം അറിയോ? മൊയിലാർ പറഞ്ഞ് വേലൂര് 2 പൊടിയുണ്ട്. വേലൂര് ബാക്കിയാത്തിൽ ഒന്നുണ്ട്, ലത്തീഫിയയിൽ ഒന്നുണ്ട്. ലത്തീഫിയയിൽ സനദുണ്ട്, ബാക്കിയാത്തിലില്ല. നല്ല 2 കൂടി ഒപ്പിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ഒരു മുജാഹിദിനെ പുതിയാപ്പിളയാക്കി, ഒരു സുന്നീനെ പുതിയാപ്പിളയാക്കി. മുജാഹിദ് പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ മേലെ, സുന്നി പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ ചോടെ. ഒരു ദിവസം അതാ ബറാത്തിന് അവർ രണ്ടാളും ഒന്നായിട്ട്. അപ്പൊ ഇയാൾ അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെ. 2 പുതിയാപ്പിളക്കും കുഴപ്പം വേണ്ട. ഈ മാതിരി അയാൾ പറയുന്നത് കേട്ടോളി. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാക്കവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാക്കവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാക്കവിയാണല്ലോ, MFB ആണ്. ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂര് ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ലെന്നും ലത്തീഫിയിലെ സനദുണ്ട്, ലത്തീഫിയിലെ മുടിക്ക് സനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സനദൊന്ന് വായിക്ക്, ഞാനത് കേട്ടെ. ലത്തീഫിയുടെ സനദൊന്ന് വായിക്ക്. ബാക്കിയാത്തിന് സനദില്ല എന്നതിന് തെളിവുണ്ട. ഇതുമ്മൊക്കെയാണ് ഇപ്പൊ ആകെ മൂപ്പര് പിടിച്ചിക്കണേ. മനസ്സിലായോ? കെ വിഭാഗത്തിന് മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കണതിമേണ്. ഇതിന്മേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് ഹക്ക്, ഇതാണ് മുജാഹിദുകൾ പറഞ്ഞത്. വെല്ലൂരിലുമില്ല, ബാക്കിയാത്തിലുമില്ല, ഈ എവിടൊക്കെ ഉണ്ട് നിങ്ങൾ പറയണം, അവിടെ ഒന്നുമില്ല. എന്നാലേ ഈ സനദില്ലാത്തോടത്ത് പോയി വെള്ളം കുടിക്കലും ആ മുടിനെ ബഹുമാനിക്കലാണ് കാന്തപുരത്തിന്റെ പണി. നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ. വെല്ലുവിളിച്ച ഇതേ വെല്ലൂരിൽ പോയി നിങ്ങളുടെ ഉസ്താദ് കാന്തപുരം വെള്ളം കുടിച്ചിട്ടുണ്ട്, ഈ മുടിയെക്കുറിച്ചുള്ള മുടി കച്ചവടത്തിന്റെ സാധ്യതാ പഠനയാത്ര എന്ന് ഞങ്ങൾ ഇപ്പോൾ പേരിടും. 963 കാലത്ത് മൂപ്പര് പോയിട്ടുണ്ട്. കാന്തപുരം തന്നെ പറയട്ടെ. വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ ഞാൻ പഠിച്ചു. 1963 ഡിസംബർ 30-ാം തീയതി അവിടെ നിന്ന് സനദ് വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഇവിടെ വന്ന് മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ഏറ്റെടുത്തു. ഒരു ദിവസം 6 മരക്കാർ ഹാജിയുമായി ഇങ്ങനെ സംസാരിക്കുമ്പോ വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിലെ ഷേർ മുബാറക്കിട്ട വെള്ളം കൊടുക്കുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നമ്മൾക്കൊന്ന് പോകണം. അവിടുന്ന് ബാക്കിയാത്തു സാലിഹത്തിൽ പോയി റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് അവിടെ ഷേർ മുബാറക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് കാണുകയും ആ വെള്ളം വാങ്ങി മരക്കാർ ഹാജിയും ഇമ്പിച്ചി മൊയ്തീൻ ഹാജിയും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ മരക്കാർ ഹാജി പറഞ്ഞു, നമ്മളേതായാലും ഇവിടെ വന്നല്ലോ, ഈ കുട്ടികൾക്കടങ്ങ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു ബാക്കിയാത്തു സാലിഹാത്തിലെ മുഴുവൻ കുട്ടികൾക്കും ബിരിയാണി വെപ്പിച്ച് കൊടുത്തു. അന്ന് അത് നന്നായി, ബിരിയാണി കിട്ടി. ഇവിടെ ഞങ്ങള് കെ വിഭാഗത്തെ വെല്ലുവിളിച്ച ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഇതാ നിങ്ങളെ ഉസ്താദോ വെള്ളം കുടിച്ചതാ. അപ്പൊ എന്താണ് സുഹൃത്തുക്കളെ അഞ്ചാമത് തെളിയുന്ന കാര്യം? ലോകത്തെവിടെ മുടിയുണ്ട് എന്ന് പറഞ്ഞാലും ആ മുടിക്കൊന്നും സനദില്ല, അത് കൊണ്ടുവരാൻ സാധ്യല്ല. ഇനി മുടി മാത്രമല്ലല്ലോ, വടി, എന്താ പറയാ, മെതിയടി, ഇതൊക്കെ ഉണ്ടല്ലോ. അതിന്റെ കാര്യോ അതുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇല്ല. ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നവർ ഞങ്ങളായിരിക്കും. അതിനൊന്നും തെളിവില്ല, അതിനൊന്നും സനദില്ല. അത് പേരോടിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. കെ വിഭാഗത്തിനുള്ള വെല്ലുവിളിയാണ്, ചോദ്യമാണ്. പേരോട് പറയട്ടെ. നിങ്ങൾ കുറെ സ്ഥലത്ത് ബറക്കത്തുള്ള സാധനങ്ങളുണ്ട് ഇത് മറ്റു എണ്ണി. ഞാൻ ചോദിച്ചു അതിന്റെ സനദ് കാണിച്ചു തരുമോ? നിങ്ങൾ ചോദിച്ചു അതേ ചോദ്യം. നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ കഴിഞ്ഞോ? അത് വെച്ചു കൊടുത്താൽ അന്ന് ഞാൻ ചോദിച്ചു ചോദ്യം നോക്ക്, ആ വെല്ലുവിളി നോക്ക്. ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി.
കെട്ടയച്ചു പോകാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കോളി. എന്നാ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ, അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സെനത് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ ബലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സെനത്, നിങ്ങൾ തുർക്കിയിലൊക്കെ പോന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാം. പ്രസിദ്ധീകരിച്ചാ പറ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചു വിട്ടിരണ്ട. ഇത് നോക്കൂ, ഇത് കാതുറുസാന്റെ കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറൂല കേട്ടോ. എന്താ ഉഷാറ്? കാരണം ഞങ്ങളുടെ നിലപാടാണത്, മുജാഹിദുകളുടെ നിലപാടാണത്. പേരോടടങ്ങുന്നവരെ ഈ ചരിത്രത്തിലുടനീളം ഞങ്ങൾ വെല്ലുവിളിച്ചതാണത്. ലോകത്തെമ്പാടുമുള്ള സലഫികൾ പറയുന്ന കാഴ്ചപ്പാടാണത്. അതിന് സലഫികളുടെ കിതാബ് റഫർ ചെയ്തിട്ടാണ് പേരോട് പ്രസംഗിച്ചത്. സലഫികളുടെ കിതാബ് റഫർ ചെയ്താലേ നിങ്ങൾക്ക് ഈ ആശയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുടുങ്ങിയപ്പോ ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അടിയന്തര കാഷ്വാലിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോ നിങ്ങളെ ഫിത്രത്തുനിന്ന് വന്നൊരു സത്യമായിരിക്കും അത്. അത്രേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, മുടി പൊളിഞ്ഞു, ആസാറുകളെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു. 5ാമത് പൊളിഞ്ഞത് അതാണ്. ഇനി 6ാമത് എന്താ അറിയോ? ഉസ്താദുമാർക്ക് സഹോദരങ്ങളെ ദീനിന്റെ പേരിൽ നുണ പറയാൻ ഒരു മടിയുമില്ല എന്ന് മുടിവാണിഭം തെളിയിച്ചിരിക്കുന്നു. ഞാനിത് തെളിയിക്കാൻ പോവുകയാണ്. മുടിവാണിഭത്തിലൂടെ ഉസ്താദുമാര് സ്റ്റേജിൽ കയറി നുണ പറയുന്നവരാണ്. ഗീബത്തും നമീമത്തും മാത്രമല്ല, പേരോടിന്റെ ക്ലിപ്പ് ഇടാൻ പറ്റുമല്ലേ? ഇപ്പൊ നേരത്തെ ചോദ്യം ചോദിച്ചല്ലോ, ആ ചോദിച്ചതിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പറ്റുമല്ലേ? അദ്ദേഹം പറഞ്ഞത് ഇത്തിരിപ്പോ എന്ന് ജിഷാൻ പറഞ്ഞ കാന്തപുരത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ പേരിൽ അയാളുടെ സംസാരമടങ്ങുന്ന CD കേൾക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ മുത്ത് റസൂലുള്ളാഹിയെ പറ്റി പച്ചക്കള്ളങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ എല്ലാ വിഷയത്തിലുമുണ്ട്. മുടിയാണല്ലോ വിഷയം, അതുകൊണ്ട് മുടി കൊണ്ട് ഞാൻ മൊത്തത്തിലുള്ള വിഷയങ്ങൾ തെളിയിക്കുകയാണ്. 6ാമത് ഞങ്ങൾ തെളിയിക്കുന്നത് ഉസ്താദുമാര് ദീനിന്റെ പേരിൽ കള്ളം പറയുന്നവരാണ്. ദീനിന്റെ പേരിൽ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി ഗ്രന്ഥരചനകൾ നടത്തി ഇത് അല്ലാഹുവിന്റെ അടുത്തുനിന്നുള്ളതാണ് എന്ന് പറയുന്ന ജൂത ക്രിസ്ത്യാനികളുടെ നിലപാടിലാണവർ, അല്ലേ, അഹ്ലു കിതാബിന്റെ കാഴ്ചപ്പാടിലാണവർ എന്നത് തെളിയിക്കാണ്. അതിന് ഞാൻ ഈ പരിപാടിയിൽ, കഴിഞ്ഞ പരിപാടിയിൽ റിപ്പീറ്റ് ചെയ്ത ആകെ 4 ക്ലിപ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യണുള്ളൂ. അത് ഈ ക്ലിപ്സാണ്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഇവിടുത്തെ പൊതുസമൂഹത്തിന് വിഷയം പഠിക്കണം എന്നുള്ളതുകൊണ്ട് വേറെ ഏരിയയിലൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൽ നിങ്ങൾ കാണേണ്ടത്, ഏറ്റവും ആദ്യം കാണേണ്ടത് ഖസ്റജിയുടെ പ്രതിനിധിയായ വ്യക്തി ഒരു സനദ് വായിക്കുന്നതാണ്. 1ാമത് കൊണ്ടുവന്ന മുടിന്റെ പരമ്പര നമ്മൾ പൊളിച്ചു കഴിഞ്ഞു, നേരത്തെ പൊളിച്ചു കഴിഞ്ഞു. ഖാദിരി 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 എന്ന് വായിച്ചത്. ഇനി അത് നുണയാണെന്ന് തെളിഞ്ഞു. ഇസ്ലാമിൽ അവർ എഴുതി ഉണ്ടാക്കുന്ന നമ്മൾ തെളിയിച്ചു.
നുണ പറയുമെന്നതിന്റെ അടുത്ത തെളിവ് എന്താ? ഖസറജി അറബിയായ